അന്ന് പുലർച്ചെ താൻ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു എന്നാണ് ട്രെയിനിലെ ലോക്കോ പൈലറ്റ് പറഞ്ഞത്. ചീറിപ്പാഞ്ഞു വരുന്ന ട്രെയിനിന് മുന്നിൽ ഒരു അമ്മയും 10ഉം 11 വയസ്സുള്ള 2 പെൺമക്കളും പരസ്പരം കോർത്തു പിടിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. നിരവധി തവണ ഹോൺ മുഴക്കിയിട്ടും അവർ ട്രാക്കിൽ നിന്നും മാറാൻ തയ്യാറായില്ല. നിമിഷ നേരം കൊണ്ട് തന്നെ തിരിച്ചറിയാനാകാത്ത വിധം ആ 3 ശരീരങ്ങളും ഛിന്ന ഭിന്നമായി പോയി. സ്കൂളിലും പള്ളിയിലുമെല്ലാം മിടുക്കരായിരുന്ന ഓമനത്വമുള്ള ആ കുഞ്ഞുങ്ങളുടെ മുഖം മനസ്സിൽ നിന്നും മായുന്നില്ല എന്നാണ് നാട്ടുകാരെല്ലാവരും പറയുന്നത്. തകർന്നു പോയപ്പോൾ ഒന്ന് പിടിച്ചു നിൽക്കാൻ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷേ ഷൈനി ഈ കടുങ്കൈ ചെയ്യില്ലായിരുന്നു. മരണപ്പെടുന്നതിന്റെ തലേ ദിവസം പോലും ഷൈനി തന്റെ ബയോഡാറ്റയുമായി നിരവധി ആശുപത്രികളിൽ കയറിയിറങ്ങിയിരുന്നു. അവിടെയെല്ലാം ഷൈനിക്ക് വിലങ്ങുതടിയായത് 12 വർഷത്തെ ഗ്യാപ്പായിരുന്നു. അമ്മയെയും സഹോദരിമാരെയും നഷ്ടമായതോടെ ഇവരുടെ മൂത്ത മകൻ ആകെ തകർന്ന നിലയിലാണ്. ഇറാഖിൽ മൈനിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന തൊടുപുഴ കരിങ്കുന്നം സ്വദേശിയായ നോബിയാണ് ഷൈനിയുടെ ഭർത്താവ്. ഭർത്താവ് പതിവായി ഷൈനിയുമായി വഴക്കിടുമായിരുന്നു. ഉപദ്രവം തുടങ്ങിയതോടെയാണ് 9 മാസങ്ങൾക്ക് മുൻപ് ഷൈനി പെൺകുട്ടികളുമായി സ്വന്തം വീട്ടിലേക്ക് പോരുന്നത്. മൂത്ത മകൻ പിതാവിനൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. നോബിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് പോലും ഷൈനിക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. ഭർത്തൃവീട്ടിൽ താമസിച്ചിരുന്ന കാലത്ത് ഭർത്തൃപിതാവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി കുടുംബശ്രീയിൽ നിന്നും വായ്പ എടുത്ത് ഷൈനി പണം നൽകിയിരുന്നു. എന്നാൽ പിന്നീട് ബന്ധങ്ങൾ വഷളായതോടെ ഈ പണം തിരിച്ചടയ്ക്കേണ്ട ബാധ്യത ഷൈനിയുടെ തലയിലാവുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീ പ്രവർത്തകർ പരാതി നൽകിയതോടെ കേസും കൂട്ടവുമായി. ഇതും ഷൈനിയെ ഏറെ അലട്ടിയിരുന്നു. ഭർത്താവുമായി വേർപിരിഞ്ഞതോടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ വേണ്ടിയാണ് ഷൈനി ജോലിക്ക് പോകാൻ തയ്യാറായത്. വിവാഹശേഷം ജോലിക്ക് പോകാൻ ഭർത്താവ് അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജോലിക്ക് അപേക്ഷിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം 12 വർഷത്തെ ഗ്യാപ്പ് പറഞ്ഞ് അവഗണിക്കുകയായിരുന്നു. 1 വർഷം സൗജന്യമായി ജോലി ചെയ്താൽ പരിഗണിക്കാമെന്ന ഒരു ആശുപത്രി പറഞ്ഞതായും നാട്ടുകാർ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. ജീവിതത്തിൽ സഹായം ആവശ്യമായ ഘട്ടങ്ങളിൽ സഹായഹസ്തവുമായി ആരും എത്താതിരുന്നതായിരുന്നു ഷൈനിയുടെ മുന്നിലെ പ്രതിസന്ധി. ഷൈനിയുടെ മരണം സാമുദായിക ഗ്രൂപ്പുകളിലെല്ലാം വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസം ഉണ്ടായിട്ടും സ്വന്തം സമുദായത്തിന്റെ സ്ഥാപനത്തിൽ നിന്നും ഒരു തൊഴിലവസരത്തിനുള്ള കരുണ പോലും ലഭിക്കാതെ ജീവിതം വഴിമുട്ടിയപ്പോൾ ഇവർ ചെയ്തു പോയതാണ് എന്ന വിധത്തിലാണ് ചർച്ചകൾ മുന്നോട്ടു പോകുന്നത്. ഇവരുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട സ്വന്തം ഇടവകയിൽ തന്നെയുള്ള ഒരു വമ്പൻ ഹോസ്പിറ്റൽ പോലും ഷൈനിക്ക് ജോലി നിഷേധിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. എന്നാൽ തങ്ങൾക്കെതിരായ ആരോപണം നിഷേധിച്ചുകൊണ്ട് ആശുപത്രി അധികൃതർ രംഗത്തെത്തിയിട്ടുണ്ട്. ഷൈനിക്ക് നഴ്സിംഗ് അസിസ്റ്റന്റായി ജോലി നൽകാൻ തയ്യാറായിരുന്നുവെന്നാണ് ഹോസ്പിറ്റൽ വ്യക്തമാക്കിയത്. എന്നാൽ അപ്പോഴേക്കും അവർക്ക് മറ്റൊരു ആശുപത്രിയിൽ ജോലി ലഭിച്ചിരുന്നുവെന്നും പറയുന്നു. ഇതുകൂടാതെ ഷൈനിയുടെ പല ജോലി സാധ്യതകളും ഭർത്താവിന്റെ ബന്ധുവായ ഒരാൾ മുടക്കി എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. എന്നാലും കുടുംബ പ്രശ്നങ്ങളും മറ്റു പ്രതിസന്ധികളും ഒരുമിച്ച് വരികയും മറ്റു പിന്തുണകളൊന്നും ലഭിക്കാതെ വന്നതുമാണ് ഷൈനിയെ ഇങ്ങനെയൊരു കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നുമാണ് എല്ലാവരും പറയുന്നത്. അമ്മയുടെ ഈ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കിയാകണം ആ പെൺമക്കളും ജീവനൊടുക്കാൻ തയ്യാറായത്.